ഇടുക്കി പീരുമേടിൽ പ്രവർത്തിക്കുന്ന ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽ 1.5 വർഷത്തിലേറെയായി അധ്യക്ഷനില്ലാതെ തുടരുന്നത് തോട്ടം തൊഴിലാളികളെ പ്രതിസന്ധിയിലാക്കുകയാണ്. തോട്ടം തൊഴിലാളികളുടെ ബോണസ്, ഗ്രാറ്റുവിറ്റി, പ്രൊവിഡന്റ് ഫണ്ട്, ഉടമകളുമായുള്ള മറ്റ് തൊഴിൽ തർക്കങ്ങൾ തുടങ്ങിയ കേസുകളിലൊക്കെ തീർപ്പുണ്ടാക്കാനാണ് ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽ സ്ഥാപിച്ചത്. എന്നാൽ അധ്യക്ഷനില്ലാത്തത് മൂലം വിവിധ പ്രശ്നങ്ങൾ സംബന്ധിച്ച കേസുകൾ തീർപ്പാക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ. ഇടുക്കി ജില്ലയിലെ തോട്ടം മേഖലയിൽ ചൂഷണം നേരിടുന്ന തൊഴിലാളികൾക്ക് ആശ്രയമായിരുന്നു ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽ. ഇടുക്കി ജില്ലയ്ക്ക് പുറമെ കോട്ടയം ജില്ലയുടെ കേസുകളും പീരുമേട് ട്രൈബ്യൂണലിലാണ് തീർപ്പാക്കിയിരുന്നത്. പിന്നീട് കോട്ടയത്ത് പ്രത്യേക ട്രൈബ്യൂണൽ സ്ഥാപിച്ചു. 2024 മെയ് മാസത്തിലാണ് ഇവിടുത്തെ പ്രസൈഡിംഗ് ഓഫീസറുടെ കാലാവധി അവസാനിച്ചത്. പുതിയ പ്രസൈഡിംഗ് ഓഫീസറെ നിയമിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കി ലിസ്റ്റ് സർക്കാരിന് കൈമാറിയിട്ടുമുണ്ട്. എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും ഇതിൽ തീരുമാനമെടുക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. അംഗഭംഗം ഉണ്ടാകുന്ന തൊഴിലാളികൾ ഉണ്ടാകും, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് എന്തെങ്കിലും ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അവർക്കൊക്കെ നഷ്ടപരിഹാരം കൊടുക്കേണ്ട ഈ ട്രിബ്യൂണലിൽ വളരെയധികം കാലതാമസം ഇങ്ങനെയുള്ള കേസുകൾ തീർപ്പാക്കുന്നതിന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഒരു ഏറ്റവും വലിയ വിഷമത. തൊഴിലാളികൾ വളരെയധികം കഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി ഇവിടെയുണ്ട്. അപ്പം അതിന് ഗവൺമെന്റ് അടിയന്തരമായി ഇടപെടണമെന്ന് ഞങ്ങൾ ട്രേഡ് യൂണിയനുകളും അതുപോലെ തന്നെ അഭിഭാഷകരും ഒക്കെ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. നമുക്ക് സർക്കാർ ഇതിനകത്ത് വലിയൊരു അനാസ്ഥയാണ് കാണിക്കുന്നത്. മൂന്നാർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ മുമ്പ് ട്രൈബ്യൂണൽ സിറ്റിംഗ് നടത്തിയിരുന്നു. നിലവിൽ സിറ്റിംഗ് ഇല്ലാത്തതിനാൽ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് തൊടുപുഴയിലെത്തേണ്ട ഗതികേടിലാണ് തൊഴിലാളികൾ. തൊഴിൽ സ്ഥലത്തുണ്ടാകുന്ന അപകടങ്ങളിൽ മരിക്കുന്നവർക്കും പരിക്കേൽക്കുന്നവർക്കും സഹായം ലഭ്യമാക്കുന്നതിനുള്ള ഉത്തരവുകളും വൈകുകയാണ്. ESI സംബന്ധിച്ച പരാതികളും സമയബന്ധിതമായി തീർപ്പാക്കാൻ കഴിയുന്നില്ല. ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് നിയമന നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രസൈഡിംഗ് ഓഫീസർക്കായി തൊഴിലാളികൾ ഇനിയും മാസങ്ങൾ കാത്തിരിക്കേണ്ടി വരും. ജനം, ഇടുക്കി.